കൊന്നി പയ്യനാമണിലെ പാറമടയിലുണ്ടായ അപകടത്തിൽ മരണം രണ്ടായിരിക്കുകയാണ്. ഒരാളുടെ മൃതദേഹം കൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അജയ് റായ് എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ അപകടത്തിൽ മരിച്ചവർ ഹിറ്റാച്ചി ഓപ്പറേറ്ററും ഹെൽപ്പറുമാണ് മരിച്ചത്. മഹാദേവ് എന്നയാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ നടന്ന തിരച്ചിലിൽ അജയ് റായുടെ കൂടി മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 3:30 കൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. ജോലി നടക്കുന്നതിനിടെ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറ ഇടിഞ്ഞു വീണ് അപകടം നടക്കുകയായിരുന്നു. പിന്നീട് തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ വലിയ രീതിയിൽ പാറ കഷ്ണങ്ങൾ ഇടിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനെ അത് വലിയ രീതിയിൽ ബാധിച്ച് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് വൈകിട്ടോടെ വീണ്ടും രക്ഷാപ്രവർത്തനം കൂടുതൽ യന്ത്ര സാമഗ്രികളെയും ദൗത്യ സംഘത്തെയും ഒക്കെ എത്തിച്ച് പുനരാരംഭിക്കുകയായിരുന്നു. ആ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ അജയ് റായുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി ജിബിൻ JB അവിടെ തുടരുന്നുണ്ട്. ജിബിൻ, മൃതദേഹം പുറത്തെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അത് മുകളിലേക്ക് കയറ്റണം. എങ്ങനെ റോപ്പിൽ കെട്ടിയാണോ മൃതദേഹം മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമം നടക്കുന്നത്? ആംബുലൻസ് അവിടെ എത്തിയിട്ടുണ്ടോ? തിരച്ചിൽ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഹിറ്റാച്ചി ഏതാണ്ട് പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണുള്ളത്. അതിന്റെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അജയ് റായുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ദൗത്യസംഘത്തിലെ 3 പേർ ജിത്തു, അമൽ, ജിബു, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾ ഇറങ്ങിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ജിബിൻ JB അവിടെ നിന്ന് തുടരുന്നുണ്ട്. ജിബിൻ, മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു. അതിപ്പോൾ മുകളിലേക്ക് കയറ്റാനുള്ള നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. റോപ്പിൽ കെട്ടി മുകളിലേക്ക് കയറ്റാനാണ് ശ്രമമെന്ന് മനസ്സിലാക്കുന്നു. ആംബുലൻസ് അവിടെ എത്തിച്ചേർന്നോ? ആംബുലൻസ് അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല. ആംബുലൻസ് ഇപ്പോഴും മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന ആ ഭാഗത്ത് തന്നെയാണുള്ളത്. എന്തായാലും മൃതദേഹം പുറത്തേക്ക് അവിടെ കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ, ആംബുലൻസ് അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇടാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. കാരണം ഈ ബൂം എക്സ്കവേറ്റർ അവിടെ കിടപ്പുണ്ട്. അതുപോലെ നേരത്തെ ഇതിനായി ഉപയോഗിച്ച രക്ഷാദൗത്യത്തിനായി ഉപയോഗിച്ച മറ്റൊരു ക്രെയിൻ കൂടി കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല ഫയർഫോഴ്സിന്റെ വാഹനങ്ങളും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ വാഹനങ്ങളും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിക്കില്ല. ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹം മുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ മൃതദേഹം ഇപ്പോൾ ആ കവർ ഉപയോഗിച്ച് പൂർണ്ണമായി മറച്ചിട്ടുണ്ട്. അതിനുശേഷം അതിനെ കെട്ടി റോപ്പിൽ ഘടിപ്പിച്ച 3 പേർ താഴെയുണ്ട്, 3 സംഘങ്ങൾ താഴെയുണ്ട്. അവരും അവരുടെ ശരീരവുമായി ഇത് ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ എക്സ്കവേറ്ററിന് സമീപത്തേക്ക് ഇതിനെ എത്തിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഈ 3 പേര് താഴേക്ക് ഇറങ്ങാനായി ഉപയോഗിച്ച ഒരു റോപ്പുണ്ട്. അത് ഈ ക്രെയിനിൽ ഘടിപ്പിച്ച ശേഷമാണ് അവർ താഴേക്ക് ഇറങ്ങിയത്. ആ റോപ്പിൽ ഘടിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു മൃതദേഹം മുകളിലേക്ക് കൊണ്ട് അത് മുകളിലേക്ക് എത്തിച്ച ശേഷം മാത്രമായിരിക്കും. തീർച്ചയായും ജിബിൻ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളാണ്. മൃതദേഹം അവിടെ നിന്ന് പുറത്തെടുത്ത് മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ്. ജിബിൻ, പറഞ്ഞോളൂ. ഹിമ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതനുസരിച്ച് ഈ നേരത്തെ ബൂം എക്സ്കവേറ്ററിന്റെ അതിന്റെ കൈയുടെ ഭാഗത്തേക്കാണ് മൃതദേഹം കവർ ഉപയോഗിച്ച് മറച്ച ശേഷം കയറ്റിയിരിക്കുന്നത്. ഇതുപയോഗിച്ച് തന്നെ ഇനി മുകളിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ ക്യാബിന്റെ ഭാഗത്ത് നിന്നാണ് മൃതദേഹം പുറത്തേക്ക് എടുത്തത്. ആ പുറത്തേക്ക് എടുത്ത സമയത്ത് തന്നെ ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഇപ്പോഴത്തെ ബാഗ് ഉപയോഗിച്ച് മൃതദേഹാവശിഷ്ടങ്ങൾ പൂർണ്ണമായി കവർ ചെയ്തിരുന്നു. അതിനുശേഷം ഇത് കൃത്യമായി കിട്ടിയ ശേഷമാണ് ഇപ്പോൾ ഈ ബൂം എക്സ്കവേറ്ററിന്റെ അകത്തേക്ക് മൃതദേഹം വച്ചിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ അത് മുകളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് റോപ്പിൽ കെട്ടി ഉയർത്തുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അത് ആംബുലൻസിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകും. ഇപ്പോൾ എന്തായാലും നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജിബിൻ JB ആണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.